എല്ലാവർക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ് ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് NIOS ഏപ്രിൽ 2024 ബാച്ചിന്റെ എക്സാം ടൈം ടേബിൾ ആണ്. എക്സാം ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ അല്ല, സ്റ്റഡി സെന്റേഴ്സ് മുഖാന്തരം വന്നിട്ടുള്ള ടൈം ടേബിൾ ആണ്. ഒരുപാട് കുട്ടികൾ ഈ ഒരു ടൈം ടേബിൾ ഫോർവേഡ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, ടൈം ടേബിൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സ്റ്റഡി സെന്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇത്, അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണോ ഒറിജിനൽ ടൈം ടേബിൾ എന്നുള്ള പല സംശയങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ മിസ് ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ടൈം ടേബിൾ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇതുവരെ NIOS വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു ടൈം ടേബിൾ അപ്ലോഡ് ആവാത്തത് കാരണം നമുക്ക് ഒരിക്കലും ഈ ഒരു ടൈം ടേബിൾ കൺഫേം ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ടൈം ടേബിൾ കാണാൻ പറ്റുന്ന ആ ഒരു സമയം നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ സൈറ്റിൽ വരുമ്പോൾ മാത്രമേ നമുക്കത് കൺഫേം ആയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് ആണ് എന്നുള്ളത് കരുതാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു ഡേറ്റ് ഷീറ്റ് വന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ സ്റ്റഡി സെന്റേഴ്സ് മുഖാന്തരമാണ്. ഇപ്പൊ NIOSൽ നിന്ന് ഓൾറെഡി സ്റ്റഡി സെന്റേഴ്സിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന ടൈം ടേബിൾ ആണ് നമ്മളിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അത് മനസ്സിലാക്കി വെക്കുക. ആ ഒരു ടൈം ടേബിളിൽ ചെറിയൊരു ചേഞ്ച് ഉള്ള കാരണമാണ് ഇത് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ആവാത്തത്. അപ്പൊ ആരും ഈ ഒരു ടൈം ടേബിളിലുള്ള ഇത് കൺഫേം ആണ് എന്ന് കരുതരുത്. എന്ന് കരുതി നമുക്കിത് ഇതേ ഡേറ്റ് തന്നെയാണ് ഇനിയും അവര് ഷെഡ്യൂൾ ചെയ്ത് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇടുക എന്നുള്ളതും പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഇപ്പൊ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി സെന്റർ മുഖാന്തരം വന്നിരിക്കുന്ന ടൈം ടേബിൾ ആണ് മിസ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു ടൈം ടേബിൾ പ്രകാരം എക്സാമിനേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 6 ഏപ്രിൽ 6 എന്ന് പറയുമ്പോൾ സാറ്റർഡേ ആണ് വരുന്നത്. നിങ്ങളുടെ എക്സാം ടൈം എന്ന് പറയുന്നത് 2:30 മുതൽ 5:30 വരെയാണ് കേട്ടോ. അപ്പൊ അതിന് 10ാം ക്ലാസ്സുകാർക്കാണെങ്കിലും പ്ലസ് 2കാർക്ക് ആണെങ്കിലും നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് 2:30 മുതൽ 5:30 വരെയാണ്. പിന്നെ ഈ ഒരു ടൈം ടേബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NIOS പ്ലസ് ന്റെയും NIOS SSLCയുടെയും ടൈം ഒരേ ടേബിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ടൈം ആണെങ്കിലും നിങ്ങളുടെ സബ്ജക്ട് ആണെങ്കിലും ഈ ഒരു ടൈം ടേബിൾ രണ്ടും കൂടെ മെർജ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ്ജക്റ്റുകളൊക്കെ നോക്കുമ്പോൾ മാറിപ്പോവാൻ പാടില്ല. കാരണം SSLCക്കും അക്കൗണ്ടൻസി സബ്ജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്ലസ് 2 മാത്രമല്ല അക്കൗണ്ടൻസി വരുന്നുള്ളൂ എന്ന് കരുതി അക്കൗണ്ടൻസിന്റെ ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊക്കെ പ്രശ്നമാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന്റെ ഓരോരോ കോളങ്ങൾ നിങ്ങൾ നോക്കുക. ഡേറ്റ് ആണ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ പ്ലസ് 2കാരുടെ സബ്ജക്റ്റുകളും ടൈമും ആണ് കിടക്കുന്നത്. മൂന്നാമത്തെ കോളത്തിലാണ് 10th ടൈം ടേബിൾ, അതായത് സബ്ജക്റ്റുകളും ടൈമും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ പ്ലസ് 2നാണെങ്കിലും 10th-നാണെങ്കിലും 2:30 മുതൽ 5:30 വരെയാണ് നിങ്ങളുടെ എക്സാം ടൈം എന്ന് പറയുന്നത്. പിന്നെ ഏപ്രിൽ 6 എക്സാം സ്റ്റാർട്ട് ആവുന്നത്. ഏപ്രിൽ 6 ഓരോ സബ്ജക്റ്റുകൾ നമ്മളെ പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് അധികം ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് വരുന്നത്. അതായത് ഇപ്പോ ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റുകളൊക്കെയാണ് ഫസ്റ്റ് ഡേ ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ സ്റ്റുഡൻസ് ആരും ചൂസ് ചെയ്ത സബ്ജക്റ്റുകൾ ആയിരിക്കില്ല പ്ലസ് 2ന്റെ. പക്ഷെ 10th സാൻസ്ക്രിറ്റ് എടുത്തവർക്ക് ഈ ഒരു 6ാം തീയതിയാണ് എക്സാം കാണിക്കുന്നത്. ഇനി വരുന്നത് 12ാം തീയതി, 6ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 12ാം തീയതിയാണ് എക്സാമിനേഷൻ വരുന്നത്. 12ാം തീയതി ഉറുദു, സാൻസ്ക്രിറ്റ്, നാട്യകല, ജെൻഡർ സ്റ്റഡീസ്, ഇത്രയുമാണ് പ്ലസ് 2കാരത് വരുന്നത്. പിന്നെ 10th ഈ ഒരു 12ാം തീയതി അക്കൗണ്ടൻസി സബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി പ്ലസ് 2കാരുടെ തന്നെ പിന്നെ 12ാം തീയതി കഴിഞ്ഞാൽ 15ാം തീയതിയാണ് ഈ ഒരു ടൈം ടേബിൾ വരുന്നത്. 15ാം തീയതി നിങ്ങൾക്ക് വരുന്ന സബ്ജക്ട് പ്ലസ് 2കാർക്ക് 301 കോഡ് വരുന്ന ഹിന്ദി സബ്ജക്റ്റ് ആണ് വരുന്നത്. പിന്നെ SSLCക്കാർക്കാണെങ്കിൽ സോഷ്യൽ സയൻസ് 213 കോഡുള്ള സോഷ്യൽ സയൻസ് ആണ് ഏപ്രിൽ 15ാം തീയതി എക്സാം വരുന്നത്. പിന്നെ ഏപ്രിൽ 20ാം തീയതിയാണ്. ഏപ്രിൽ 20ാം തീയതി നിങ്ങൾക്ക് വരുന്ന എക്സാം പെയിന്റിംഗ് ആൻഡ് തിയറി ആണ് പ്ലസ് 2കാർക്ക്. അത് എടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് ആ ഒരു സബ്ജക്റ്റിന് നോക്കിയാൽ മതി. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് വരുന്നത് ഇതേ ഡേറ്റിലാണ്. 20ാം തീയതിയാണ് SSLCക്കാരുടെ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത്. പിന്നെ മൺഡേ 22 ഏപ്രിലില് നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പൊ എല്ലാവരും ഓർത്ത് വെക്കുക, പ്ലസ് 2 സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എടുത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ള എക്സാം ആണ് ഇംഗ്ലീഷ് അല്ലെ. അപ്പം ഇംഗ്ലീഷിന്റെ
കോഡ് 302 ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നത് 22-ാം തീയതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. 2:30 മുതൽ 5:30 വരെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. അതേ ദിവസം തന്നെ SSLC-കാരുടെ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ വരുന്നുണ്ട്. പക്ഷെ അത് 229 കോഡാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഈ ഒരു ഡേറ്റ് ഷീറ്റ് കൈ കിട്ടുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയങ്ങളുടെ പേപ്പർ കോഡാണ്. ആ കോഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനും. അതുപോലെ തന്നെ നിങ്ങളിപ്പോ എടുത്തിരിക്കുന്ന എല്ലാ സബ്ജക്റ്റിന്റെയും കോഡ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് അറിയണം. ഈ ഒരു ഡേറ്റ് ഷീറ്റ് നോക്കി മാറിപ്പോവാതെ ഡേറ്റും ടൈമും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഡ് അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമാണ്. ഓക്കെ, ഇനി 24-ാം തീയതി, 22-ാം തീയതി കഴിഞ്ഞാൽ 24-ാം തീയതി വരുന്നത് ഫിസിക്സ്, അതായത് സയൻസുകാർക്ക് ഫിസിക്സ് എക്സാം ഉണ്ട്. +2 ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററി എക്സാമിനേഷനും അന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ എൻവയോൺമെന്റൽ സയൻസും ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസും ഒക്കെ എടുത്തവർക്ക് അന്ന് തന്നെയാണ് എക്സാം വരുന്നത്. 24-ാം തീയതി മാത്സ് എക്സാം ആണ് 10th-കാർക്ക് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് 29-നാണ്. 29-ന് +2-കാർക്ക് വരുന്നത് കെമിസ്ട്രി, പൊളിറ്റിക്കൽ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ, മിലിറ്ററി സ്റ്റഡീസ്, ഇത്രയും സബ്ജക്റ്റ് ആണ്. SSLC-കാർക്ക് 29-ാം തീയതി വരുന്നത് സൈക്കോളജി, സാൻസ്ക്രിറ്റ്, സാഹിത്യ, ഇത്രയുമാണ്. പിന്നെ 30-ാം തീയതിയാണ് വരുന്നത്. 30-ാം തീയതി ഹോം സയൻസ് ആണ്. +2-കാരുടെ ഹോം സയൻസ് ആണ് +2-ൽ വരുന്നത്. ഇനി 10th-കാർക്ക് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്ന സബ്ജക്റ്റും അതുപോലെ കർണാട്ടിക് സംഗീതം എന്ന് പറയുന്ന സബ്ജക്റ്റുമാണ് 30-ാം തീയതി എക്സാം വരുന്നത്. ഇനി വരുന്നത് മെയ് 2-നാണ്. മെയ് 2-ാം തീയതി ബംഗാളി, തമിഴ്, ഒഡിയ അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജുകളും വരുന്നുണ്ട്. ലാംഗ്വേജ് സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് +2-കാർക്ക് അന്നാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ മലയാളം സബ്ജക്റ്റിന്റെ എക്സാം നിങ്ങൾക്ക് മെയ് 2-ാം തീയതിയാണ്. ഓക്കെ, മെയ് 2-ാം തീയതി തന്നെയാണ് 10ാം ക്ലാസ്സുകാർക്ക് ഹിന്ദി സബ്ജക്റ്റ് എക്സാം വരുന്നത്. പിന്നെ വരുന്നത് മെയ് 3-നാണ്. മെയ് 3-ാം തീയതി. മെയ് 3-ാം തീയതിയാണ് ബയോളജി എക്സാം വരുന്നത്, അക്കൗണ്ടൻസി എക്സാം വരുന്നത്. ഈ ഒരു +2-കാർ കൂടുതൽ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളാണ് ബയോളജി, അക്കൗണ്ടൻസി ഒക്കെ അല്ലെ. കൊമേഴ്സും സയൻസും ഒക്കെ ഉള്ളവർ ബയോളജിയും അക്കൗണ്ടൻസി ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെ എക്സാം വരുന്നത് മെയ് 3-നാണ് കേട്ടോ. അതായത് ഏപ്രിൽ 6-ന് സ്റ്റാർട്ട് ചെയ്ത എക്സാം നമ്മളെ മെയ് 3 ആവുമ്പോഴാണ് നിങ്ങൾക്ക് ബയോളജിയും അക്കൗണ്ടൻസിയും എക്സാം വരുന്നത്. മെയ് 3-ന് നിങ്ങൾക്ക് 10th-കാർക്കാണെന്നുണ്ടെങ്കിൽ പെയിന്റിംഗ് ആണ് എക്സാം വരുന്നത്. പിന്നെ മെയ് 4-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ, സോഷ്യോളജി. അപ്പൊ സോഷ്യോളജി നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസിലെ സോഷ്യോളജി എക്സാം വരുന്നത് എപ്പോഴാണ്? മെയ് 4-ാം തീയതിയാണ്. മെയ് 4-ാം തീയതി SSLC-ക്ക് വരുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് മാത്സ്, അതുപോലെ ഭാരതീയ ദർശൻ എന്ന് പറയുന്ന ഒരു പേപ്പറും. അപ്പൊ മാത്സ് എടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് കൂടുതലാണ് അല്ലെ. NIOS +2 മാത്സ് എക്സാം വരുന്നത് 9-ാം തീയതിയാണ്. മെയ് 9-ാം തീയതിയാണ്. അതേ ദിവസം തന്നെ മെയ് 9-ാം തീയതി തന്നെ SSLC-കാർക്ക് വരുന്നത് ഹോം സയൻസ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് മെയ് 14-ാം തീയതി ജിയോഗ്രഫി ആണ് +2-കാർക്ക് വരുന്നത്. മെയ് 14-ാം തീയതി SSLC-കാർക്ക് വരുന്നത് ലാംഗ്വേജ് സബ്ജക്ട്സ് ആണ്. അതായത് മലയാളം എക്സാമിനേഷൻ അന്നായിരിക്കും. അതുപോലെ അറബി എടുത്തവർക്കൊക്കെ അന്നായിരിക്കും എക്സാം വരുന്നത്. ഇനി ലാസ്റ്റ് സബ്ജക്ട്സ് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ എടുത്ത കുട്ടികൾ ഉണ്ടാവും അല്ലെ. +2-ല് 336 കോഡുള്ള ഡേറ്റ എൻട്രി എക്സാം വരുന്നത് മെയ് 15-ാം തീയതിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. കോഡ് 632 അല്ല 336 ആണ് കേട്ടോ. വൊക്കേഷണൽ സബ്ജക്ട് ആയിട്ടുള്ള 632 ഡേറ്റ എൻട്രിന്റെ എക്സാം അല്ല വരുന്നത്. 336 കോഡുള്ള ഡേറ്റ എൻട്രി ആണ് +2-കാർക്ക് 15-ാം തീയതി വരുന്നത്. 15-ാം തീയതി തന്നെ SSLC-കാർക്ക് ഉറുദു എക്സാം ആണ്. പിന്നെ വരുന്നത് സാൻസ്ക്രിറ്റ്, വ്യാകരൺ, അതുപോലെ എന്റർപ്രണർഷിപ്പ് ഒക്കെയാണ് SSLC-കാർക്ക് അന്നേ ദിവസം വരുന്നത്. ഇനി 16-ാം തീയതി +2-കാർക്ക് സൈക്കോളജി, സാൻസ്ക്രിറ്റ്, സാഹിത്യമാണ് വരുന്നത്. അതേ ദിവസം തന്നെ അതായത് മെയ് 16-ാം തീയതി SSLC-കാർക്ക് വരുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നിങ്ങളുടെ ഈ ഒരു ഡേറ്റ് ഷീറ്റ് 1-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. 2-ാമത്തെ പേജിലുള്ളത് നമുക്ക് നോക്കാം. മെയ് 17-ാം തീയതി. മെയ് 17-ാം തീയതി ബിസിനസ് സ്റ്റഡീസ് വരുന്നുണ്ട്. +2-കാര് കൊമേഴ്സ് എടുത്തിരിക്കുന്നവരുടെ ബിസിനസ് സ്റ്റഡീസ് വരുന്നത്
മെയ് 17 ഓക്കെ. അതേ ദിവസം തന്നെ SSLC-കാർക്ക് എക്കണോമിക്സ്, വേദ അധ്യായൻ, അതുപോലെ ഫോക്ക് ആർട്ട്, നാട്യകല, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളാണ് വരുന്നത്. ഇനി സാറ്റർഡേ 18 വരുന്നത് +2-കാർക്ക് എക്കണോമിക്സ് ആണ്. SSLC-കാർക്ക് വരുന്നത് ഹിന്ദുസ്ഥാനി സംഗീത്, എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്ന കുറച്ച് പേപ്പേഴ്സ് ആണ്. പിന്നെ വരുന്നത് മെയ് 21 മെയ് 21 ഒന്നും നമ്മളെ ഇവിടെയുള്ള സ്റ്റുഡൻസ് ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ കാണുന്നില്ല. ഫുഡ് പ്രോസസിംഗ്, പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെബ് ഡിസൈനിങ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, യോഗ അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെ തുടങ്ങിയ സബ്ജക്റ്റുകളാണ് +2 വരുന്നത്. അത് നമ്മളെ സ്റ്റുഡൻസ് ആരും അധികം ചൂസ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മളെ SSLC-കാർക്കും ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ, ബേക്കറി ആൻഡ് അങ്ങനെ കുറച്ച് പേപ്പേഴ്സ് ആണ് ഈ SSLC-കാർക്കും വരുന്നത്. നമ്മളെ ഇവിടെയുള്ള സ്റ്റുഡൻസ് ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ കുറവാണ്. പിന്നെ ലാസ്റ്റ് എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഈ ഡേറ്റ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് മെയ് 22 ഹൗസ് കീപ്പിംഗ്, ഡേറ്റ എൻട്രി ഓപ്പറേഷൻ, അതായത് ഏറ്റവും ലാസ്റ്റ് ആണ് വൊക്കേഷണൽ സബ്ജക്ട് ആയിട്ടുള്ള ഡേറ്റ എൻട്രി 632 കോഡ് ഉള്ളത് ചൂസ് ചെയ്തിരിക്കുന്ന +2-കാരുടെ റിട്ടേൺ എക്സാംസ് വരുന്നത്. പ്രാക്ടിക്കൽ ഓൾറെഡി കഴിഞ്ഞതായിരിക്കും അല്ലെ. അപ്പൊ അതാണ് ലാസ്റ്റ് എക്സാം നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ SSLC-കാർക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ് തിയറി എന്ന് പറയുന്ന പേപ്പറും അന്നേ ദിവസമാണ് വരുന്നത്. മറ്റ് പേപ്പേഴ്സുകൾ ഉണ്ട്, ബ്യൂട്ടി, കൾച്ചർ ആൻഡ് ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് അല്ലാത്ത സബ്ജക്റ്റുകളും അന്ന് തന്നെയാണ് എക്സാം വരുന്നത്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും ഡേറ്റ് മിസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡേറ്റ് ഷീറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഇത് സ്റ്റഡി സെന്റേഴ്സ് മുഖാന്തരം വന്നിട്ടുള്ള ഡേറ്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുവരെ അപ്ലോഡഡ് ആയിട്ടില്ല. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ആയിട്ട് ഇത് ഡേറ്റ് ഷീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. അപ്പൊ എല്ലാ സ്റ്റുഡൻസും ഈ ഒരു ഡേറ്റ് ഷീറ്റ് നോക്കി വെക്കുക. ഇതിൽ നിങ്ങളെ എക്സാം സബ്ജക്റ്റുകൾ ഏതൊക്കെ ഡേറ്റിലാണ് വരുന്നത് എന്നുള്ളത് മിസ് പറഞ്ഞത് പ്രകാരം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഡേറ്റ് ഷീറ്റ് കയ്യിൽ വെക്കുക. ഇതിൽ എന്തെങ്കിലും വിധ മാറ്റങ്ങളോ തിരുത്തലുകളോ വന്നിട്ടാണ് നിങ്ങളുടെ NIOS വെബ്സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ആവുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് നിങ്ങളെ നോട്ടിഫിക്കേഷൻ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു ഡേറ്റ് ഷീറ്റ് സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ബിഗ് ബാച്ച് ലൈവ് സെഷന്റെ 3rd പാർട്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന 3rd പാർട്ട് റിവിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും റിവിഷൻസ് ഒക്കെ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി കൂടെ തന്നെ ഉണ്ട്. അപ്പം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം മിസ് ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബാച്ച് ലൈവ് സെഷനിൽ എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് ചോദിക്കുക. അത് അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.